ഷലോം സഹോദരങ്ങളെ, റോഷഷന അഥവാ കാഹള പെരുന്നാളൊക്കെ ആചരിച്ച് ആഘോഷിച്ച് എല്ലാവരും ഹാപ്പി ആയിരിക്കുകയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതായത് കഴിഞ്ഞ തിങ്കളാഴ്ച വൈകിട്ട് മുതൽ ബുധനാഴ്ച വൈകിട്ട് വരെയായിരുന്നു റോഷഷന. 23, 24 തീയതികളിൽ ഈ 2 ദിവസവും നമ്മൾ നമ്മുടെ സഹോദരങ്ങളായ യഹൂദ മക്കളോട് ചേർന്ന് ഷനാത്തോവ അതായത് പുതുവർഷാരംഭം ആഘോഷിച്ചു. ഷബാത്ത് പോലെ തന്നെയായിരുന്നു, ചില വ്യത്യാസങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. കാട്ടൊലിവായ നമുക്ക് നാട്ടൊലിവിനോട് ചേർന്ന് കർത്താവിൻ്റെ ഫീസ്റ്റ് ആഘോഷിക്കാനായിട്ട് പറ്റി. ഈ ക്രിസ്ത്യാനികൾക്ക് കാഹള പെരുന്നാളിനെ പറ്റി അറിയാൻ വഴിയില്ല. അതുകൊണ്ട് ബ്രീഫായിട്ട് ഞാൻ അവർ കേൾക്കാൻ വേണ്ടിയിട്ട് ഈ റോഷനയെ പറ്റി സംസാരിക്കാം. അതിനുശേഷം ഞാൻ എൻ്റെ ഇന്നത്തെ വിഷയത്തിലോട്ട് വരാം. അതായത് കാഹള പെരുന്നാൾ എന്ന് പറഞ്ഞാൽ അത് തീശ്രേ മാസം 1-ാം തീയതിയും 2-ാം തീയതിയും ആയിരുന്നു. നിങ്ങൾക്കിത് 2025 ആണെങ്കിൽ ശരിക്കും ലോകമുണ്ടായിട്ട് 5786 വർഷമായി. അപ്പോൾ ഇത് 5786 ആണ്. ലോകത്തിൻ്റെ മക്കൾക്ക് വർഷത്തിലും മാസത്തിലും സമയത്തിലും ഒക്കെ വ്യത്യാസം വരുത്തി എന്ന് വെച്ചിട്ട് അത് അങ്ങനെ തന്നെ ഇന്നും ദൈവം പറഞ്ഞിട്ടുള്ളത് പോലെ തന്നെ ഫോളോ ചെയ്യുന്നത് യഹൂദ മക്കൾ മാത്രമാണ്. എങ്ങനെയാണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് 2025 എന്നാണെങ്കിൽ യഹൂദ മക്കൾക്ക്, അതായത് ഈ ലോകമുണ്ടായിട്ട് 5786 ആണ്. പിന്നെ നിങ്ങൾക്കിത് സെപ്റ്റംബർ മാസമാണല്ലേ 23, 24 തീയതികൾ. എന്നാൽ അവർക്ക് ഇത് തീശ്രേ മാസം 1, 2 തീയതികളാണ്. പിന്നെ നിങ്ങൾക്കൊരു ദിവസം തുടങ്ങുന്നത് രാത്രി 12 മിഡ്നൈറ്റിലാണ്. എന്നാൽ ഉൽപ്പത്തിയിൽ പറഞ്ഞിട്ടുണ്ടല്ലേ, ഓരോ സൃഷ്ടിയും നടന്നതിന് ശേഷം പിതാവ് സന്ധ്യയായി ഉഷസ്സായി എന്ന് അവിടെ പറയുന്നത് കേൾക്കാം. അപ്പം അതിനാൽ തന്നെ ഒരു ദിവസം തുടങ്ങുന്നത് വൈകുന്നേരം 6 PM മുതൽ ആണ്. അപ്പോൾ അതാണ് ഇന്നും യഹൂദ മക്കൾ ഫോളോ ചെയ്യുന്നത്. അപ്പോൾ തിങ്കളാഴ്ച വൈകിട്ട് മുതൽ ബുധനാഴ്ച വൈകിട്ട് വരെ ആയിരുന്നു അവരുടെ പുതുവർഷാരംഭം, അത് കാഹള പെരുന്നാൾ. ഞാനിതൊക്കെ പറഞ്ഞത് ഒരു കാര്യം പറയാനായിരുന്നു. അതായത് നിങ്ങൾ വിചാരിക്കും ഇതൊക്കെ ഞങ്ങളോട് എന്തിനാ പറയണേന്ന്. ഇതിലൊരു കളിത്തമാശയുണ്ട്. അത് എന്താണെന്ന് വെച്ചാൽ അത് നിങ്ങളെ അറിയിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇതിനെപ്പറ്റി ജസ്റ്റ് ഒന്ന് പറഞ്ഞത്. അതായത് നിങ്ങൾ ആഘോഷിക്കുന്ന ക്രിസ്തുമസ് ഉണ്ടല്ലോ, അത് യേശുവായുടെ ജനനമല്ല എന്ന് ഞാൻ എപ്പോഴും വിളിച്ച് പറയാറുണ്ട്. അത് സൂര്യദേവൻ്റെ നിമ്രോദിൻ്റെയൊക്കെ പിറന്നാളാണ്. അതെന്തായാലും നിങ്ങൾ ആഘോഷിച്ചോ. പക്ഷേ ഞാൻ ഇവിടെ പറയാൻ പോകുന്നത്, നിങ്ങൾ ആഘോഷിക്കുന്ന ക്രിസ്തുമസ് ഞങ്ങൾക്ക് ശരിക്കും ഈ കാഹള പെരുന്നാളിൻ്റെ അന്നായിരുന്നു. അതായത് യേശുവായുടെ ജനനം ശരിക്കും നടന്നത് കാഹള പെരുന്നാളിൻ്റെ അന്ന് ആണ്. നിങ്ങൾ കോൺസ്റ്റന്റൈൻ ചക്രവർത്തിയിൽ വിശ്വസിച്ച് സൂര്യാരാധനയൊക്കെ നടത്തുന്നു. ഞങ്ങൾ യഥാർത്ഥ ദൈവത്തിൽ വിശ്വസിച്ച് ശരിക്കും യേശുവായുടെ ബർത്ത്ഡേ ഞങ്ങൾ ആഘോഷിച്ചു. അതാണ് കാഹള പെരുന്നാൾ. ഇനി ഒരു അത്ഭുതം കൂടിയുണ്ട്. അതായത് കാഹള പെരുന്നാളിൻ്റെ അന്നാണ് യേശുവായുടെ പോലെ തന്നെ ആദവും ഹവ്വയും ജനിച്ചത്, ദാവീദ് ജനിച്ചത്, സാമുവൽ ജനിച്ചത്, ഇസഹാക്ക് ജനിച്ചത്. എല്ലാവരും ഈ ഒരു ദിവസമായിരുന്നു ജനിച്ചത്, കാഹള പെരുന്നാളിൻ്റെ അന്ന്. അതായത് ലോകത്തിലുള്ള ബാക്കി എല്ലാവരും ബർത്ത്ഡേ ചോദിക്കുകയാണെങ്കിൽ എന്താണ് ആ ദിവസങ്ങൾക്ക്, അതായത് ഇന്ന വർഷത്തിൽ ഞാൻ ഏത് മാസം ഏത് തീയതിയിലായിരുന്നോ ജനിച്ചിരുന്നത് ആ തീയതിയിലാണ് ആഘോഷിക്കുക അല്ലേ. പക്ഷേ യഹൂദ മക്കൾക്ക് അങ്ങനെയല്ല. അവരുടെ കലണ്ടർ പ്രകാരം ആണ് ദിവസത്തിനല്ല പ്രാധാന്യം. അവർ ദിവസത്തിന് പ്രാധാന്യം വെക്കുന്നത്, ബൈബിളിൽ മുഴുവൻ നോക്കിയാലും ദിവസത്തിൽ പ്രാധാന്യം കൊടുക്കുന്നത് ഒരേ ഒരു ദിവസമാണ്, അത് ശനിയാഴ്ച ഷബാത്ത്. എന്നാൽ ബാക്കിയുള്ളവർ എല്ലാത്തിനും ദിവസത്തിന് പ്രാധാന്യം കൊടുക്കും. എന്നാൽ ഷബാത്ത് ശനിയാഴ്ചയാണ് എന്ന് അറിഞ്ഞാലും അത് അവർ സൺഡേ ആണ് ആഘോഷിക്കുക. അപ്പോൾ ഇതൊക്കെയാണ് യഹൂദനും സാധാരണ ക്രിസ്ത്യാനിയും തമ്മിലുള്ള ദൈവത്തിനോടുള്ള എരിവിനോടുള്ള വ്യത്യാസം. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, ഈ എല്ലാവരുടെയും ബർത്ത്ഡേ കാഹള തിരുനാളിൽ നിന്ന് ആയിരുന്നു.
അതുപോലെ തന്നെ ഒരു പ്രത്യേകത, ഏശയ്യ 2:4 നിവൃത്തിയാകാനായിട്ട് യെരുശലേമിൽ നിന്ന് നമുക്ക് അദോനയുടെ വചനം ഉപദേശിച്ചു തരുന്ന ഇന്നത്തെ പ്രവാചകിയായ റീന ഫ്രാൻസിസും ജനിച്ചത് ഈ ദിവസം തന്നെയാണ്, കാഹള പെരുന്നാളിലാണ്. റീനാമ്മയിലൂടെ കിട്ടിയ പല മർമ്മങ്ങളുമാണ് ഞാനും പങ്കുവയ്ക്കാറുള്ളത്. ഇനിയുമുണ്ട് ഈ ദിവസത്തിന് ഒട്ടേറെ പ്രാധാന്യം. അതായത് ഈ ദിവസമാണ് ദൈവം ജീവൻ്റെ പുസ്തകം തുറക്കുന്നതും നമ്മുടെ പോയ നാളുകളെ വിലയിരുത്തുന്നതും. ജീവൻ്റെ പുസ്തകത്തിൽ ആരുടെയൊക്കെ പേര് വെട്ടിക്കളയണം അല്ലെങ്കിൽ എഴുതി ചേർക്കണം, അതുപോലെ വരും കാലങ്ങളിൽ ആരൊക്കെ മരിക്കണം, ആരൊക്കെ ജനിക്കണം എന്നൊക്കെ ദൈവം തീരുമാനിക്കുന്നത് ഈ റോഷൻ, അതായത് ഈ കാഹള പെരുന്നാളിൻ്റെ ദിവസത്തിലാണ്. യഹൂദ മക്കൾക്ക് ഇത് ഹാപ്പി ന്യൂ ഇയർ ആണ്. ഈ ദിവസങ്ങളിൽ എല്ലാവരും കാഹളമൂതും. കാഹളം ഊതുന്നതിൻ്റെ എന്തിനാന്ന് വെച്ചാൽ ആത്മീയമായി ഉറങ്ങുന്നവരെ വിളിച്ചുണർത്താൻ വേണ്ടിയിട്ട്, തെറ്റിപ്പോയവർക്ക് തിരിച്ചു വരാനുള്ള ഒരു അവസരമാണ്. അതുപോലെ തന്നെ ഇനി ഒടുവിൽ നമ്മുടെ യേശു വരുമല്ലേ, അപ്പോൾ കർത്താവിൻ്റെ വാനപ്രത്യക്ഷതയ്ക്ക് മുൻപും ഈ കാഹളത്തിൻ്റെ സൗണ്ട് നമുക്ക് കേൾക്കാം. ഇതിൻ്റെ ശബ്ദം സാത്താന് ഭയമുളവാക്കുന്നതാണ്. അതുകൊണ്ട് കാഹളത്തിൻ്റെ ശബ്ദം കേൾക്കുമ്പോൾ സാത്താൻ ഓടും. അപ്പോൾ ഈ റോഷന നന്നായിട്ട് ആചരിച്ച നാം പ്രപഞ്ച സൃഷ്ടാവായ ദൈവത്തെ ലോകരാജാവായി പ്രഖ്യാപിക്കുകയാണ് ചെയ്തത്. ഞാൻ വെറുതെ ഇതിനെപ്പറ്റി പറഞ്ഞേ ഉള്ളൂ, ഇന്നത്തെ വിഷയം എൻ്റെ അതല്ല. സാത്താൻ രാജാവായിരിക്കുന്ന ലോകത്തിലെ മക്കൾക്ക് ഇതൊന്നും പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സിലാകില്ല. അതിനാൽ തന്നെ ഞാൻ കൂടുതലായിട്ട് ഇത് ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല. ഞാൻ ഇന്നത്തെ വിഷയത്തിലോട്ട് വരാം. അതായത് കഴിഞ്ഞ വീഡിയോയിൽ സാത്താൻ ഏകലോക ഭരണം നടത്താൻ പോകുന്നത് ആരിലൂടെയാണ് എന്ന് ഞാൻ കാണിച്ചു തന്നല്ലേ. അതായത് 1 ദുഷ്ടാത്മസേനകൾ, 2 ഇലുമിനാറ്റീസ്. ഇതിൽ ദുഷ്ടാത്മസേനകൾ എന്ന് പറഞ്ഞാൽ ഇസ്ലാം തീവ്രവാദികളാണെന്നും അവരിലൂടെ ലോകം എങ്ങനെയാണ് സാത്താൻ കീഴടക്കുന്നതെന്നും ഞാൻ നിങ്ങൾക്ക് കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചു തന്നു. ഇനി ഇലുമിനാറ്റീസ് അഥവാ സാത്താൻ സഭ, ഇവരിലൂടെ സാത്താൻ എങ്ങനെയാണ് കളിക്കുന്നത് എന്നാണ് ഞാൻ ഇന്ന് നിങ്ങളോട് പറയാൻ പോകുന്നത്. ആദ്യം തന്നെ ബൈബിളിൽ ഇവരെ പറ്റി പറയുന്നത് ഞാൻ ഒന്നുകൂടെ വായിക്കാം. എഫേസോസ്കർക്ക് എഴുതിയ ലേഖനം 6:12. നമുക്ക് പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോടല്ല, വാഴ്ചകളോടും അധികാരങ്ങളോടും, ഈ അന്ധകാരത്തിലെ ലോകാധിപതികളോടും സ്വർലോകതലത്തിലെ ദുഷ്ടാത്മസേനകളോടുമത്രേ. ഇനി അതുപോലെ തന്നെ ദാനിയേൽ 9:26. പിന്നെ വരുവാനിരിക്കുന്ന പ്രഭുവിൻ്റെ പടജ്ജനം നഗരത്തെയും വിശുദ്ധ മന്ദിരത്തെയും നശിപ്പിക്കും. നിരന്തര ഹോമയാഗത്തിനെതിരെ ഒരു സേന രൂപപ്പെടുന്നത് കാണാം. അപ്പോൾ ഇവിടെ രണ്ടിടത്തും പറയുന്ന ആ സേനയായിരുന്നു ഇസ്ലാം തീവ്രവാദികൾ. അത് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞു തന്നല്ലേ. ഇനി നെക്സ്റ്റ്, അന്ധകാരത്തിലെ അധികാരമുള്ള വാഴ്ചയുള്ള ലോകാധിപന്മാർ, അതാണ് ഇലുമിനാറ്റീസ്, സാത്താൻ സഭ. ഇന്ന് ഇവരാണ് ലോകം ഭരിക്കുന്നത്. അതായത് ഈ ലോകത്തുള്ള എല്ലാ സെലിബ്രിറ്റീസും, ഉന്നതന്മാർ, പൊളിറ്റീഷ്യൻസ് എന്ന് വേണ്ട സമൂഹത്തിൻ്റെ സാമ്പത്തിക, സാമൂഹിക, സാംസ്കാരിക എല്ലാ മേഖലകളിലും ഭരണതലപ്പത്ത് ഇവന്മാരാണ്. അതായത് ഇന്നത്തെ ഉന്നതന്മാരായ എല്ലാവരും ഇതിൽ അംഗങ്ങളാണ്. പണ്ടൊക്കെ സാത്താൻ സഭ എന്ന് കേൾക്കുമ്പോൾ അയ്യോ അല്ലെങ്കിൽ അയ്യേ എന്നൊക്കെ പറഞ്ഞിരുന്നവർ ഇന്ന് ഹാലോവൻ്റെ ഒക്കെ സെലിബ്രേറ്റ് ചെയ്ത് ഹായ് എന്ന് പറയുന്ന തരത്തിലേക്ക് വന്നു കാര്യങ്ങൾ. പള്ളിയിൽ പോലും ഹാലോവൻ്റെ കുഞ്ഞുങ്ങളെ കൊണ്ട് ഫാൻസി ഡ്രസ്സ് ചെയ്യിപ്പിച്ചിരുന്നു. ദൈവം ചെയ്യരുത് എന്ന് പറഞ്ഞ പല കാര്യങ്ങളും സാത്താൻ മനുഷ്യനെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നു എന്ന് മാത്രമല്ല, അത് ചെയ്യുന്നതിൽ അഭിമാനം കണ്ടെത്തുകയും കൂടെയാണ് ഇന്ന് ചെയ്യുന്നത്. അതായത് ഞാൻ എൻ്റെ ഒരു സുഹൃത്തിൻ്റെ മകള് ഇതുപോലൊരു ഫാൻസി ഡ്രസ്സിൽ, അപ്പം ഞാൻ ചോദിച്ചു ഇതൊക്കെ തെറ്റല്ലേ ഇങ്ങനെ അല്ല, അപ്പം അതിലെ ഗൗരവമൊന്നും അവർക്കറിയില്ല. പക്ഷേ എല്ലാവരും ചെയ്യുന്നു, ഞങ്ങളും ചെയ്യുന്നു, അതൊക്കെ ഒരു രസമല്ലേ, സന്തോഷമല്ലേ എന്നായിരുന്നു മറുപടി. അപ്പം അങ്ങനെയുള്ളവരോടൊക്കെ പറഞ്ഞിട്ട് എന്താണ് കാര്യം? അതുമാത്രമല്ല, സമൂഹം തന്നെ പണ്ട് കാലത്ത് അയ്യേ എന്ന് പറഞ്ഞിരുന്ന പല കാര്യങ്ങളും ഇന്ന് അംഗീകരിച്ചുകൊണ്ട് അത് ക്രെഡിറ്റായി എടുക്കുന്നത് നമ്മൾക്ക് കാണാൻ പറ്റും. ഉദാഹരണമാണ്, അതിന് ബെസ്റ്റ് ഉദാഹരണമാണ് സവർഗാനുരാഗം, സവർഗഭോഗം. LGBT ലോകം ഭരിക്കുന്ന ഈ കാലത്ത് അല്ലേ,
ഇലുമിനാലിറ്റീസിൻ്റെ, അതായത് ബിഗ് ബോസ് പോലെയുള്ള ഈ പരിപാടികളിൽ കൂടിയൊക്കെ സമൂഹത്തിലെ ഉന്നതന്മാർ ഈ തെറ്റുകളൊക്കെ ശരിയാണെന്ന് കാണിക്കുമ്പോൾ, ശരിയാണെന്ന് വെക്കുമ്പോൾ പൊതുജനം പോലും അത് അറിയാതെ അംഗീകരിച്ചു പോവുകയാണ്. പണ്ട് കാലത്ത് ഇങ്ങനെയുള്ള ഗേകളും അല്ലെങ്കിൽ ലെസ്ബിയൻസും ഒക്കെ ഉണ്ടായിരുന്നോ? നിങ്ങൾ ചിന്തിച്ച് നോക്കി, ഉണ്ടായിരുന്നില്ലേ? ഉണ്ടായിരുന്നോ? അവർക്കതിനൊക്കെ ആഗ്രഹം ഉണ്ടെങ്കിൽ പോലും സമൂഹം അതൊന്നും അനുവദിച്ചു കൊടുക്കാത്തത് കൊണ്ട്, ഉള്ളത് കൊണ്ട് ഓണം പോലെയാണ് അന്ന് കഴിഞ്ഞുകൂടി. അതായത് ദൈവം മനുഷ്യനെ സ്ത്രീയും പുരുഷനുമായിട്ട് സൃഷ്ടിച്ചു. പക്ഷേ മനുഷ്യൻ ഈ വാക്സിനുകളും മറ്റും കുത്തിവെച്ച് ഒരു ശിഖണ്ഡി വർഗത്തെ കൂടി സൃഷ്ടിച്ചു. ഞാൻ മുൻപ് പറഞ്ഞിട്ടുണ്ടല്ലേ, കൊറോണ വാക്സ് അതൊരു 666 ആയിരുന്നു അല്ലേ, എല്ലാവർക്കും അറിയാലോ. അതിലുണ്ടായിരുന്നത് 6 പ്രോട്ടോൺസും 6 ന്യൂട്രോൺസും 6 ഇലക്ട്രോൺസും കൂടി ഉണ്ടായിരുന്ന ഒരു ഗ്രാഫിയൻ ഫോളിക്കിൾസ് അയൺ പാർട്ടിക്കിൾസ് ആയിരുന്നു. അതാണ് നമുക്ക് ഹാർട്ട് അറ്റാക്ക് വരുത്തുന്നതും കുറേ പേരെ കൊന്നു കളഞ്ഞതും എല്ലാം. അതൊരു ഡീപോപ്പുലേഷൻ അജണ്ട കൂടിയായിരുന്നു അല്ലേ. അതിനെപ്പറ്റി ഞാൻ പിന്നെ പറയാം. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, വാക്സിൻ അത് അവരുടെ ഒരു അജണ്ടയുടെ ഭാഗമാണ്. വെളിപാട് 18:23 വായിച്ചു നോക്കുകയാണെങ്കിൽ, നിന്റെ ശുദ്രത്താൽ സകലരും വശീകരിക്കപ്പെടുന്നു. ഇവിടെ പറഞ്ഞിരിക്കുന്ന ശുദ്രം എന്ന വാക്ക് ഗ്രീക്കിൽ ഫാർമക്യ എന്നാണ്. ബൈബിൾ ആദ്യം എഴുതിയത് ഗ്രീക്കിലാണ്, ഫാർമക്യ. അതായത് ആദ്യം ബൈബിൾ എഴുതിയത് യഹൂദരും പിന്നീട് അത് ഗ്രീക്കിലേക്ക് തർജ്ജമ ചെയ്യുകയൊക്കെയാണ് ചെയ്തത്. അപ്പോൾ അതിനകത്ത് ഫാർമക്യ എന്നായിരുന്നു, എന്ന് വെച്ചാൽ മരുന്നിനാൽ എന്നായിരുന്നു. മനസ്സിലായോ? മരുന്നിനാൽ സകലരും വശീകരിക്കപ്പെടുന്നു എന്നാണ്. നിങ്ങൾ എന്നെ ഓർത്ത് നോക്കി, ശാസ്ത്രം ഇത്രയധികം വളർന്നല്ലേ, അപ്പോൾ രോഗങ്ങൾക്ക് മരുന്നും ഇത്രയധികം കണ്ടുപിടിച്ച് കഴിഞ്ഞു. എന്നിട്ടും രോഗം കൂടുകയല്ലാതെ, രോഗികൾ വർദ്ധിക്കുകയല്ലാതെ രോഗങ്ങൾക്ക് എന്തെങ്കിലും ശമനമുണ്ടോ ഇത്ര പുരോഗമിച്ചിട്ട്? അപ്പം എന്താ അതിൻ്റെ അർത്ഥം? ഒരു രോഗത്തിനുള്ള ഒരു മരുന്ന് കുത്തിവെച്ചിട്ട് വേറെ രോഗം ഉണ്ടാക്കുന്ന അവസ്ഥയാണ്. മനുഷ്യനിൽ തന്നെ ദൈവം കൊടുത്തിട്ടുള്ള രോഗപ്രതിരോധ ശേഷി നശിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അത് എന്തിനാ? അതും ഡീപോപ്പുലേഷന് വേണ്ടിയിട്ട്. എക്കോ ഫ്രണ്ട്ലി എന്ന് പറഞ്ഞ് ഓരോ മരങ്ങളെ പോലെയുള്ള യന്ത്രങ്ങളൊക്കെ വെച്ച് പിടിപ്പിച്ച് കാലാവസ്ഥയിൽ പോലും വ്യതിയാനം ഉണ്ടാക്കുന്നു. അതിൻ്റെയൊക്കെ ആൻസറും ഈ ഡീപോപ്പുലേഷൻ തന്നെയാണ്. നമ്മൾ കഴിക്കുന്ന ആഹാരം, വെള്ളം, എന്തിന് വായു പോലും മലിനപ്പെടുത്താൻ അവർക്ക് കഴിഞ്ഞു. അപ്പം നിങ്ങൾ ചോദിക്കും, ഇവരിതിനൊക്കെ ചെയ്യുന്നേ അല്ലേ? എല്ലാത്തിൻ്റെയും ഒരൊറ്റ ആൻസറേ ഉള്ളൂ, ഡീപോപ്പുലേഷൻ. എന്താണ് ഡീപോപ്പുലേഷൻ എന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഞാൻ നിങ്ങളെപ്പറ്റി എന്താ പറയുക, ബുദ്ധിമാന്മാർ ആണെന്ന് നിങ്ങൾ ഓരോരുത്തരും ചിന്തിക്കുന്നുണ്ടാവില്ലേ? നിങ്ങളെപ്പറ്റി തന്നെ ബുദ്ധിമാന്മാർ ആണ് എന്നായി ചിന്തിക്കുന്നവരായിരിക്കും കൂടുതൽ പേരും. പക്ഷെ നിങ്ങൾക്കറിയാമോ, നിങ്ങൾ തന്നെ നിങ്ങൾ അറിയാതെ റോബോട്ടുകളായി മാറുകയാണ്. പല തെറ്റും ശരിയാണ് എന്ന് വരുത്തി തീർക്കുമ്പോൾ നിങ്ങൾ അതിൽ വീഴുകയാണ് ചെയ്യുന്നത്. പച്ച കുത്തരുതെന്ന് വചനത്തിൽ പച്ചയ്ക്ക് എഴുതി വെച്ചിട്ടുണ്ടല്ലേ, പക്ഷെ ഇന്ന് പച്ച കുത്തൽ ഫാഷനായി, ക്രെഡിറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ടാറ്റുവിൻ്റെ മറവിൽ എന്തൊക്കെ ഇപ്പോൾ നടക്കുന്ന ചിപ്പും വരുന്നുണ്ടല്ലേ. ക്രിസ്ത്യാനികൾ ഏറ്റവും കൂടുതൽ പച്ച കുത്തുന്നത്. അപ്പോഴോ നമ്മുടെ ശരീരത്തിൽ ഒരു 6G കണക്ഷനുള്ള ഒരു ടാറ്റു വരാൻ പോവാണ്. അപ്പം അതും കൂടെ വെച്ച് കഴിഞ്ഞാൽ നിങ്ങളെ നിയന്ത്രിക്കാനായിട്ട് വേറൊരാൾക്ക് പറ്റും. അവർ കൊണ്ടുവരുന്നത്, ഇപ്പം എന്ത് കണ്ടുപിടുത്തങ്ങളും കൊണ്ടുവരുമ്പോൾ അതിൻ്റെ നേട്ടങ്ങൾ മാത്രമായിരിക്കും എല്ലാവർക്കും അറിയുള്ളൂ, അതിൻ്റെ ദോഷങ്ങൾ ആർക്കും അറിയില്ല. നമ്മൾ വേറൊരാൾ നിയന്ത്രിക്കുക എന്ന് പറയുമ്പോൾ ആർക്കും അത് വിശ്വസിക്കാൻ പറ്റില്ല. ഇപ്പം എൻ്റെ മുൻപിൽ എൻ്റെ അമ്മ നിൽക്കുകയാണ്. ഒരിക്കലും ഞാൻ അമ്മയെ തല്ലാൻ ആഗ്രഹിക്കാത്ത വ്യക്തിയായിരിക്കാം, പക്ഷേ എൻ്റെ ബ്രെയിനെ നിയന്ത്രിക്കുന്നത് വേറെ ഒരാളാണെങ്കിൽ എൻ്റെ കൈ അമ്മയെ തല്ലും. പക്ഷെ അത് ഞാൻ അറിഞ്ഞിട്ടാവണമെന്നില്ല. ആ ഒരു സബ് കോൺഷ്യസ് മൈൻഡിലായി പോകുന്നത്. പല സിനിമകളിലൂടെയും അതൊക്കെ അവർ എക്സ്പോസ് ചെയ്ത് കഴിഞ്ഞു. മനസ്സിലായോ? അപ്പോൾ അങ്ങനെ. അപ്പോൾ ഇലക്ട്രിക് ടാറ്റോ കൊണ്ടുവരുന്നത്, ഈ ടാറ്റു നമ്മൾ പതിച്ചു കഴിഞ്ഞാൽ മാനസിക സമ്മർദ്ദം കുറയ്ക്കുന്നതിനുള്ള ഒരു ഉപകരണം എന്ന നിലയ്ക്കാണ് അവരിത് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. അതായത് ഈ IT മേഖലയിലൊക്കെ ഭയങ്കര ഫ്രസ്ട്രേഷൻ ആണെങ്കിൽ അതിൻ്റെ ലെവൽ അളക്കാനായിട്ട് ഈ ടാറ്റുവിന് സാധിക്കും. അത് പ്രകാരം ടെൻഷൻ കുറയ്ക്കാം. പിന്നെ ഈ ഇലക്ട്രിക് ടാറ്റു വെച്ചിട്ട് ബ്ലൂടൂത്ത് പോലും അതിൻ്റെ സഹായം പോലും ഇല്ലാണ്ട് നമുക്ക് ഫോണൊക്കെ ഉപയോഗിക്കാൻ പറ്റും, സംസാരിക്കാൻ പറ്റും. 2030 ഈ
വാക്സിനൊക്കെ എടുത്ത ആളുകൾക്ക് 5Gയുമായിട്ട് ബന്ധപ്പെടുത്തി ഇതൊക്കെ നിലവിൽ വരുമെന്നാണ് ശാസ്ത്രം പറയുന്നത്. അപ്പോൾ ഇവരുടെ എല്ലാ കണ്ടുപിടുത്തങ്ങളും ഫ്രണ്ട്ലി ആയിട്ടാണ് നമുക്ക് തോന്നുക. പക്ഷെ സർപ്പത്തെ പോലെ അത് ഇഴഞ്ഞു വന്ന് അവസാനം നമുക്ക് ശ്വാസം പോലും എടുക്കാനാവാത്ത വിധം നമ്മളെ വലിഞ്ഞു മുറുക്കും. ഈ നോർമൽ ടാറ്റു തന്നെ പ്രത്യേകിച്ചും ക്രിസ്ത്യാനികളിൽ ട്രെൻഡായിട്ടും ക്രെഡിറ്റായിട്ടൊക്കെ എടുക്കുന്നവരാണ് അല്ലേ. അതുകൊണ്ടാണ് ഞാൻ ഇതിനെപ്പറ്റി പറഞ്ഞത്. അപ്പോൾ പിന്നെ ഇതൊക്കെ വന്നാൽ പിന്നത്തെ കഥ പറയണോ, ആദ്യം തന്നെ പോയി എടുക്കുന്നത് ക്രിസ്ത്യാനികളായിരിക്കും. ഇപ്പം തന്നെ ട്രെൻഡായിട്ടുള്ള ജെമിനിയുടെ അല്ല നാനോ ബനാന, അതിനെപ്പറ്റി എല്ലാവരും കേട്ടിട്ടുണ്ടാവുമല്ലോ. സാരിയുടെ ലുക്കിൽ ഫോട്ടോസ് അപ്ലോഡ് ചെയ്ത് അവർക്കൊക്കെ ഇപ്പോൾ പണി കിട്ടിക്കൊണ്ടിരിക്കുകയാണല്ലേ. അതായത് ഇപ്പം നമ്മൾ കാണുന്നത് ഒരു ട്രെൻഡ് വന്നാൽ ഒരു കൂട്ടം ജനങ്ങൾ അതിനെപ്പറ്റി അന്വേഷിക്കാതെ എല്ലാവരും അതിൻ്റെ പിന്നിൽ പോകുന്ന ഒരു അവസ്ഥയാണ്. നമ്മുടെ ഒരു ചിത്രം AI കൊടുത്താൽ അതെവിടെയൊക്കെ എങ്ങനെയൊക്കെ ഉപയോഗിക്കുമെന്ന് നമുക്ക് പറയാനാവില്ല. ഇപ്പോൾ ഒരു സഹോദരി ഇതും പറഞ്ഞ് അവളുടെ മറുക് ഇല്ലാത്ത ഫോട്ടോ, അതായത് ഫുൾ അവൾ വസ്ത്രം ധരിച്ചിട്ടുള്ള ഫോട്ടോ AI കൊടുത്തു. പക്ഷേ അത് സാരി ഇട്ട് വന്നപ്പോൾ കൈ ഇല്ലാത്ത ബ്ലൗസിൻ്റെ ഉള്ളിൽ കൂടെ രഹസ്യഭാഗത്തുണ്ടായിരുന്ന മറുക് കണ്ടു എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ അല്ലേ. അതുപോലെ തന്നെ ഒരു ചെറുക്കനും പറയുന്നുണ്ടായിരുന്നു, അവൻ്റെ ഷർട്ട് ചേഞ്ച് ചെയ്ത് തരാൻ പറഞ്ഞപ്പോൾ ഒരു നേക്കഡായിട്ടുള്ള ഫോട്ടോ അവനും അയച്ചു കൊടുത്തു. അപ്പോൾ പെൺകുട്ടികൾ പേടിക്കണം, എത്രയധികം അവരുടെ ഫോട്ടോ ഉപയോഗിച്ച് മറ്റുള്ളവർക്ക് നേക്കഡായിട്ടുള്ള അവരുടെ ബോഡി AI കാണിച്ചു കൊടുക്കും എന്നൊക്കെയായിരുന്നു ഇന്ന് സോഷ്യൽ മീഡിയയിൽ ചർച്ച. പക്ഷേ ഇതൊന്നും ഇന്നത്തെ പെൺകുട്ടികൾക്കും പ്രശ്നമുള്ള കാര്യമല്ല. പണ്ട് ഒരു നേക്കഡായിട്ടുള്ള ഒരു ശരീരം വേറൊരാൾ കണ്ടാൽ ആത്മഹത്യ ചെയ്യുന്ന പ്രവണതയാണ്. പക്ഷേ ഇന്ന് വിദ്യാഭ്യാസവും ഒക്കെ വളർന്ന് അതൊന്നും ഒരു പ്രശ്നമേ അല്ല. അവരവരുടെ ട്രെൻഡിനൊപ്പം തന്നെ പോകും. അത്രയ്ക്കായി നമ്മുടെ അഭിമാനം എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ ഇതൊക്കെ ഒരു ഉദാഹരണം പറഞ്ഞതാണ്. മനുഷ്യൻ്റെ ആത്മാവ് ദൈവവുമായിട്ട് കണക്റ്റ് ആണെന്ന് നിങ്ങൾക്കറിയാം അല്ലേ. അതായത് ദൈവത്തിൻ്റെ DNA ഓരോ മനുഷ്യനെയും സൃഷ്ടിച്ചേക്കുന്നത്. അതുകൊണ്ടാണ് നമുക്ക് ശരിയും തെറ്റും കണ്ടാൽ തിരിച്ചറിയാനായിട്ട് കഴിയുന്നത് ഇപ്പോഴെങ്കിലും. ദൈവം എന്താ പഠിപ്പിച്ചത്? അതായത് ദൈവം പഠിപ്പിച്ച പോലെ ആണും പെണ്ണും തമ്മിലുള്ള ഒത്തുചേരൽ ശരിവെച്ചിരുന്നത്. അങ്ങനെ അല്ലാത്ത ഒരു ഒത്തുചേരൽ തെറ്റാണ് എന്ന് ബൈബിൾ പഠിപ്പിച്ചപ്പോൾ ഇന്ന് ഇപ്പോൾ ശരിയും തെറ്റും തിരിച്ചറിയാത്ത നിലയിൽ മനുഷ്യനായി എങ്കിൽ അതൊരു ഉദാഹരണമാണ് മുന്നത്തെ ഫ്രാൻസിസ് മാർപ്പാപ്പ ആണിന് ആണിനെയും പെണ്ണിന് പെണ്ണിനെയും കല്യാണം കഴിക്കാം എന്ന് അനുമതി കൊടുത്ത ആ സംഭവം. അപ്പം അത് ക്രെഡിറ്റായി എടുത്തു, അപ്പോൾ സ്റ്റാറ്റസായി എടുത്തു. അങ്ങനെ വരുമ്പോൾ നോർമലായ ഒരു മനുഷ്യൻ ഒറ്റപ്പെട്ടു പോവുകയാണ് ചെയ്യുന്നത്. ഒറ്റപ്പെട്ടു പോകുന്ന അവസ്ഥ, നോർമലായ ഒരു മനുഷ്യൻ്റെ വില ഇടിഞ്ഞു പോകുന്ന അവസ്ഥ. ഇങ്ങനെ കാലത്തിൻ്റെ കുത്തൊഴുക്കിൽ ഒരു വലിയ ജനം നരകത്തിലേക്ക് പുറന്തള്ളപ്പെടുമ്പോൾ തിരിഞ്ഞു നടക്കുക എന്നത് വളരെ പ്രയാസമുള്ള കാലമാണ്. ഈ സമയത്ത് അതിന് ഒരുപാട് പ്രയാസമാണ് പിടിച്ചു നിൽക്കാനായിട്ട്. അതിനാലാണ് ഞാൻ പറഞ്ഞത്, നമ്മൾ നേരിടേണ്ടി വരുന്നത് ആരെയായിരിക്കും? അധികാരങ്ങളെയും വാഴ്ചകളെയും അധിപതികളെയും ദുഷ്ടാത്മസേനകളെയുമാണ് നമ്മൾ ഇനി ഭാവിയിൽ നേരിടേണ്ടി വരിക. അപ്പോൾ ശത്രുവിൻ്റെ ബലം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. സഭ പോലും അവർ കീഴടക്കി. ഉന്നത സഭാധികാരികൾ പോലും ഇന്ന് പരോക്ഷമായി അതിലെ അംഗങ്ങളാണ്. പിന്നെ ഇനി അത് പ്രത്യക്ഷത്തിൽ വരും. പണ്ടൊക്കെ സാത്താൻ്റെ പള്ളി എന്നൊക്കെ പറയുമ്പോൾ പേടിച്ചിരുന്നവർ ഇന്നിപ്പോൾ അതൊക്കെ ക്രെഡിറ്റായി അതിൽ പോയി ചേരുകയാണ്. ഇപ്പം ഇറങ്ങുന്ന അതുപോലെ തന്നെ മിക്ക സിനിമകളും ഇലുമിനാൽറ്റീസിൻ്റെയാണ്. നമ്മൾ സിനിമകളൊക്കെ വാച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു നല്ല സിനിമ പോലും ഇല്ല. ഇപ്പം ഈ ലോക എന്ന് പറയുന്ന സിനിമ 250 കോടി കവിഞ്ഞല്ലേ. അത് കണ്ടവർക്കറിയാം അതിലെന്താ ഉള്ളത്. പക്ഷേ ഒരു സാധാരണ മനുഷ്യനത് കാണുമ്പോൾ പ്രത്യേകിച്ചൊന്നും തോന്നില്ല. പക്ഷെ അത് പക്ക ഇലുമിനാൽറ്റീസിൻ്റെ പടമാണ്. അതായത് ഈ സാത്താൻ സഭയിൽ അംഗമായിട്ടുള്ള സെലിബ്രിറ്റീസ് അതിനകത്ത് അവരുടെ സയൻസൊക്കെ എക്സ്പോസ് ചെയ്യണമെന്നുണ്ട്. ഈ സാത്താൻ സഭയുടെ സയൻസൊക്കെ എക്സ്പോസ് ചെയ്യണമെന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് മിക്ക സിനിമാ നടന്മാരും നടികളും
ചില ചിഹ്നങ്ങൾ അവരുടെ സിനിമയിൽ കൂടി പുറത്ത് കാണിക്കുന്നു. ഞാൻ ഇത് മുൻപ് പറഞ്ഞിട്ടുണ്ടല്ലേ, ഈ വിജയുടെ പടങ്ങൾ, അല്ലു അർജുൻ്റെ പടങ്ങൾ, അർജുൻ, അങ്ങനെ കുറേ പേരുടെയൊക്കെ പടങ്ങളിലൂടെ, നമ്മുടെ മോഹൻലാൽ, കുറേ പേരുടെ പടങ്ങളിലൂടെ അവരുടെ സയൻസൊക്കെ നമുക്ക് കാണാം. ഈ ബിഗ് ബോസ് ഒക്കെ പോലെ അല്ലേ, ഒറ്റക്കണ്ണ്, അതുപോലെ ട്രയാങ്കുലാറ്, സാത്താൻ്റെ ഒരു സ്റ്റാർ, അതൊക്കെ. അപ്പോൾ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നതും അതുപോലെ തന്നെ നടക്കാനുള്ളതുമായ ഈ ഇസ്ലാമിൻ ടെററിസം ഇലുമിനാലിറ്റീസും തമ്മിലുള്ള ആ ഫ്യൂഷൻ ഞാൻ നിങ്ങളോട് പറയാറില്ലേ ലാസ്റ്റ് വരുമ്പോൾ, അതെല്ലാം ഈ ലോക സിനിമയിൽ കാണിക്കുന്നുണ്ട്. പക്ഷെ ഇതൊന്നും സാധാരണ ജനങ്ങൾക്ക് ഇത് മനസ്സിലാവില്ല. പിന്നെ സാത്താൻ സ്കൂളുകൾ അല്ലേ, എത്രയോ സാത്താൻ സ്കൂളുകളിൽ ചെറുപ്പത്തിൽ തന്നെ കുഞ്ഞുങ്ങളെ പാപം ട്രെയിൻ ചെയ്യിപ്പിക്കുന്നു. അപ്പോൾ ഇതൊക്കെ ഇന്ന് സമൂഹം അംഗീകരിച്ചു കഴിഞ്ഞു. പിന്നെ ഞാൻ മുൻപ് നിങ്ങളോട് ഇതിനെപ്പറ്റി ഞാനൊരു ക്ലാസ് കഴിഞ്ഞിട്ടുള്ളതാണ്. അമേരിക്കയിൽ ഏരിയ 51 എന്ന ഒരു സ്ഥലമുണ്ടല്ലേ, അതിൽ ഫോട്ടോസൊക്കെ ഞാൻ അന്ന് കാണിച്ചു തന്നിരുന്നു. അപ്പോൾ ആ സ്ഥലത്ത് നടക്കുന്ന കാര്യങ്ങൾ പലതും ഇന്നും പുറം ലോകത്തിന് അറിയാൻ പറ്റാത്ത സ്ഥിതിയാണ്. അത് പണ്ടൊക്കെ പിരമിഡ് അതുകൊണ്ടാണ് അവരുടെ സൈനിൽ ട്രയാങ്കുലർ അത് അങ്ങനെ വന്നത്. ഈ പിരമിഡ് അതിന് നടുക്ക് ഒറ്റക്കണ്ണൊക്കെ കാണാം. അപ്പോൾ ആ പിരമിഡിൽ ഏലിയൻസ് ആയിട്ട് സംസാരിച്ചിരുന്നു. ഏലിയൻസ് എന്ന് പറഞ്ഞാൽ പുറത്താക്കിയ ദൂതന്മാരാണ്, ലൂസിഫറിൻ്റെ കൂടെ വീണുപോയവർ, അവരോട് സംസാരിച്ചിരുന്നു. അപ്പോൾ അവർ മുഖേന മന്ത്രവാദത്തിലൂടെയും അല്ലെങ്കിൽ കബല, ഞാൻ മുൻപ് പറഞ്ഞിട്ടില്ല, ആ കബല തെറ്റായി ഉപയോഗിച്ചിട്ടും അവരോട് സംസാരിച്ചിരുന്നു. അപ്പം അങ്ങനെയാണ് പല കാര്യങ്ങൾ അവർക്ക് മുൻകൂട്ടി അറിയാനായിട്ട് കഴിയുന്നത്. വെളിപാട് 13:18 ബുദ്ധിയുള്ളവർ ഗ്രഹിക്കട്ടെ, മൃഗത്തിൻ്റെ സംഖ്യ അക്ഷരത്തിൽ 666. അത് നിങ്ങൾ വായിച്ചിട്ടുണ്ടാവും അല്ലേ. അപ്പോൾ ഇന്ന് കുറേ 666കളുണ്ട്, ഒരുപാട് 666കളുണ്ട്. അപ്പോൾ അതൊക്കെ മനസ്സിലാക്കണം. നമ്മൾ മനസ്സിലാക്കിയാലേ സാത്താനെ ചെറുത്ത് നിൽക്കാനായിട്ട് ഇന്ന് നമ്മൾക്ക് കഴിയുള്ളൂ. www.com എല്ലാ വെബ്സൈറ്റും ഓപ്പൺ ചെയ്യുന്നത് അങ്ങനെയല്ലേ, വേൾഡ് വൈഡ് വെബ്. അപ്പോൾ ഹെബ്രായ ഭാഷയിൽ അതിനെ വൗ എന്നാണ് പറയാം. വൗ എന്ന്, അതായത് 666 ആണത്. അതുപോലെ മെറ്റ, മരണമെന്ന് അവന് പേര് ബൈബിളിൽ പറയുന്നുണ്ടല്ലേ. പിന്നെ ക്രോം, ആ ക്രോമിൻ്റെ ചിഹ്നം നോക്കുകയാണെങ്കിൽ 666 ആണ് നമുക്ക് കാണാൻ സാധിക്കുക. പ്രധാനപ്പെട്ട ഒരു സൈനായിരുന്നു അല്ലാഹ്. ഗ്രീക്കിൽ അക്ഷരത്തിൽ ഈ 666 എന്ന് എഴുതിയതും അറബിയിൽ അല്ലാഹ് എന്ന് എഴുതിയതും ഞാൻ അതൊക്കെ മുൻപ് കാണിച്ചു തന്നിട്ടുണ്ട്. അത് രണ്ടും സെയിം ആണല്ലേ. അപ്പോൾ കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ അതിലേക്കൊന്നും പോകുന്നില്ല. ബൈബിളിൽ എന്താ പറയുന്നത്? സാത്താൻ വരുന്നത് ദൈവത്തിൻ്റെ നാമത്തിലായിരിക്കുമെന്നാണ്. അതായത് ഹീബ്രുവിൽ ദൈവത്തെ സൂചിപ്പിക്കാനായിട്ട് ഉപയോഗിക്കുന്ന നമ്പറാണ് 786. അപ്പോൾ ഇത് തന്നെയാണ് ഈ 786 ഉപയോഗിച്ചിട്ടാണ് ബിസ്മില്ല എന്ന് ഇസ്ലാം അവരും എഴുതുന്നത്. അപ്പോൾ ബുദ്ധിയുള്ളവർ ഗ്രഹിക്കേണ്ട ഒന്നാണ് ഈ 666കൾ, ഇന്ന് കാലത്തുള്ള ഈ 666കൾ. അപ്പോൾ ഇതൊക്കെ മനസ്സിലാക്കിയവർക്കേ സാത്താൻ്റെ പ്രവൃത്തികൾ തിരിച്ചറിഞ്ഞ് രക്ഷപ്പെടാനായിട്ട് പറ്റുള്ളൂ. 1994 ഇലുമിനാലിറ്റീസ് കാർഡുകൾ ഉണ്ടാക്കിയല്ലേ, ഞാനത് നിങ്ങൾക്ക് മുൻപ് ഒരു എയർപോർട്ടിലുള്ള കാർഡുകളൊക്കെ കാണിച്ചു തന്നിട്ടുണ്ട്. അപ്പോൾ അവർ ആ കാർഡുകൾ, ഇലുമിനാലിറ്റി കാർഡുകൾ ഉണ്ടാക്കിയിട്ട് അതനുസരിച്ച് ഈ ലോകത്തെ പ്ലാൻ ചെയ്തില്ലേ. ഇന്ന് അവരുടെ കൈകളിലൂടെ വെറും പാവകളെ പോലെ നമ്മൾ കടന്നു പോവുകയാണ്. ഇപ്പോൾ നടക്കുന്നതും ഇനി നടക്കാൻ പോകുന്നതും ഒക്കെ ആ കാർഡുകളിലുണ്ടായിരുന്നു. ട്രംപിൻ്റെ വരവ് അന്ന് ഞാൻ പറഞ്ഞിരുന്നല്ലോ, എല്ലാം ഈ കാർഡുകളിലുണ്ടായിരുന്നു. ഇനിയും നടക്കാൻ പോകുന്നതും ഈ ഇസ്ലാം ടെററിസം, എങ്ങനെ ഇലുമിനാലിറ്റീസും അവരും തമ്മിൽ ഫ്യൂഷൻ ചെയ്ത് പൊതുജനങ്ങളെ, ലോകം അവനെങ്ങനെ അടിയിലാക്കും എന്നൊക്കെ അവരുടെ ഈ കാർഡുകളിലുണ്ട്. ഇനി അധികം കാർഡുകളും ഇല്ല. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ലോകാവസാനം അതിൽ നിന്ന് തന്നെ മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ ഇതിനെ പറ്റിയൊക്കെ അന്വേഷിക്കാനോ ഇത് കാണിച്ചു കൊടുത്താലോ ആരെങ്കിലും ഒന്ന് സെർച്ച് ചെയ്ത് നോക്കാൻ ആർക്കും ഒന്നിനും സമയമില്ല. ദൈവം പറയുന്നത് ദൈവത്തെ അന്വേഷിക്കുന്ന ബുദ്ധിമാന്മാരുണ്ടോ എന്ന് ദൈവം സ്വർഗത്തിലിരുന്ന് വീക്ഷിക്കുന്നു എന്നാണ് പറയുന്നത്. അന്വേഷിക്കാത്തവൻ ദൈവത്തെ കണ്ടെത്താൻ പറ്റില്ല. അപ്പോൾ പറയുന്നതൊക്കെ ശരിയാണെന്ന് അന്വേഷിക്കുന്നവർക്ക് അത്ഭുത പ്രകാരം അവർക്ക് തിരിച്ചു വരാൻ സാധിക്കുകയും ചെയ്യുന്നുണ്ട്. പക്ഷേ ഇതൊന്നും മനുഷ്യർക്കറിയില്ല. മനുഷ്യർ റീൽസ്, ഇൻസ്റ്റ, ഫേസ്ബുക്ക് തുടങ്ങിയ പുതിയ പുതിയ ആപ്പുകളൊക്കെ ഇങ്ങനെ പട്ടിക്ക് എല്ലും കഷ്ണം ഇട്ട് കൊടുക്കുന്ന പോലെ ഇട്ട് കൊടുക്കുമ്പോൾ പൊതുജനം മുഴുവനും അതിൻ്റെ പിന്നാലെയാണ്. ആ സമയത്ത് അവർ അവരുടെ അജണ്ട പൂർത്തിയാക്കും. ഇപ്പോൾ AI ഒക്കെ വളർന്ന് ജെമിനിയുടെ രൂപത്തിലും മറ്റും നമ്മെ സാത്താനിലേക്ക് ഇങ്ങനെ അടുപ്പിച്ചു കൊണ്ടിരിക്കുകയാണല്ലേ.
ഒരു പുരോഹിതനെ പറ്റി ഞാൻ മുൻപ് പറഞ്ഞിട്ടുണ്ട്, സ്വിറ്റ്സർലൻഡിൽ ഒരു പള്ളിയിൽ, അതായത് ഇഷ്ടമുള്ളപ്പോൾ നമുക്ക് സംസാരിക്കാൻ പറ്റും. ഈ അച്ഛൻ്റെ അടുത്ത്, പുരോഹിതൻ്റെ അടുത്ത് ഇഷ്ടമുള്ളപ്പോൾ നമുക്ക് കുമ്പസാരിക്കാൻ പറ്റും, കറക്റ്റ് ഉപദേശങ്ങൾ കിട്ടും. എല്ലാം കൊണ്ട് മനുഷ്യന് ഈ പുരോഹിതനെ വളരെ ഇഷ്ടമാണ്. അത് എല്ലാം കൊണ്ട് സൗകര്യമാണ്. സാധാരണ പുരോഹിതന്മാർ കുംഭം പിറിപ്പിച്ച് നേരമില്ലാണ്ട് പിന്നീട് വാ എന്ന് പറയുന്ന പല കാര്യങ്ങളും പെട്ടെന്ന് തന്നെ ഇവരൊക്കെ ചെയ്തു തരുമ്പോൾ മനുഷ്യനും മതി എന്നുള്ള നിലപാടിലേക്ക് ആവാണ് അല്ലേ. അപ്പോൾ ചോദിക്കും അതിലെന്താ തെറ്റെന്ന്. ഇപ്പം ഫീഡ് ചെയ്ത് വെച്ചേക്കുന്നത് എന്താണോ അതനുസരിച്ചല്ലേ അത് പറയുള്ളൂ. ഇപ്പോൾ ബൈബിളാണ് ഫീഡ് ചെയ്ത് വെച്ചേക്കുന്നതെങ്കിൽ ബൈബിൾ അനുസരിച്ച് നമുക്ക് അതിനുള്ള മറുപടി കിട്ടുമല്ലോ എന്ന് പറയുന്ന വാദിക്കുന്നവരുണ്ട്. പക്ഷേ ചില രാജ്യങ്ങളിൽ അബോർഷൻ എന്ന് പറയുന്നത് നടത്താം എന്നത് ശരിവെക്കുന്നു. അപ്പോൾ അത് അങ്ങനെ ഒരു നിയമം നിലവിലിരിക്കെ ഈ അത് ഫീഡ് ചെയ്ത് വെച്ചിരിക്കുകയാണെങ്കിൽ ഒരു പെൺകുട്ടി ചെന്ന് ചോദിക്കുകയാണ്, ഞാനിങ്ങനെ അബദ്ധവശാൽ പ്രഗ്നൻ്റായി, ഞാൻ അബോർഷൻ ചെയ്തോട്ടെ എന്ന് കുമ്പസാരിക്കുമ്പോൾ ഈ പുരോഹിതൻ എന്താ പറഞ്ഞു കൊടുക്കുക? ചെയ്തോ, അബോർഷൻ ചെയ്യാം, അത് കുഴപ്പമില്ല എന്നല്ലേ അത് പറഞ്ഞു കൊടുക്കുള്ളൂ. കാരണം അതൊരു എത്രയൊക്കെയും യന്ത്രമല്ലേ, അതിൽ ഫീഡ് ചെയ്ത് വെച്ചിരിക്കുന്നത് അങ്ങനെയാണല്ലോ. അപ്പം ഇങ്ങനെ പല നെഗറ്റീവ്സ് അതിനുണ്ട്. ഇപ്പോൾ സ്കൂളിലൊക്കെ എന്താ പറഞ്ഞു കൊടുക്കുന്നത്? കുട്ടികളിലെ ഫ്രണ്ടാണ് ഫ്രണ്ട്. അപ്പോൾ എന്താ ഇതിൻ്റെ അർത്ഥം? അതായത് ദൈവം നിത്യരാജ്യം സ്ഥാപിക്കാൻ വരുന്ന സമയം ആയി. സർവവും മയമാണ്. ഓരോ സ്റ്റെപ്പുകളിലൂടെയും അവർ അവരുടെ അജണ്ട പൂർത്തിയാക്കുകയാണ് ചെയ്യുന്നത്. എന്താണ് ഡീപോപ്പുലേഷൻ എന്ന് നിങ്ങൾക്കറിയോ? ഞാൻ മുൻപ് പറഞ്ഞല്ലേ അതിനെപ്പറ്റി പറയാന്ന്. അതായത് ആവാസ വ്യവസ്ഥ തകരാറിലായിരിക്കുന്ന ഭൂമിയിൽ അതിവേഗമുള്ള അതിൻ്റെ നാശം കണക്കിലെടുത്ത് പണക്കാർ മാത്രം ജീവിച്ചിരുന്നാൽ മതി, ബാക്കിയുള്ള സാധാരണ ജനങ്ങളെല്ലാം കൊന്നൊടുക്കുക. അപ്പം ഇതാണ് ഡീപോപ്പുലേഷൻ. അവർ മാത്രം ജീവിച്ചിരുന്നാൽ മതി, സാധാരണ ജനങ്ങളൊക്കെ മരിച്ച് നമ്മുടെ ഈ ലോകത്തിൻ്റെ ആവാസ വ്യവസ്ഥ നിലനിർത്തി കൊണ്ടുപോവുക. ഇതാണ് അവരുടെ അജണ്ട, ഡീപോപ്പുലേഷൻ. അപ്പം അതിനായിട്ട് വാക്സിനുകളും മറ്റും കുത്തിവെച്ച്, പിന്നെ ഒരു പ്രധാനപ്പെട്ട പോയിൻ്റാണ് വായുവിൽ വിഷം കലർത്തുക. അങ്ങനെയൊക്കെ ചെയ്ത് കുറേ പേരെ കൊന്നു കളയുക. ഇപ്പോൾ നമ്മൾ മസ്തിഷ്ക ജ്വരം എന്ന് പറഞ്ഞ് പുതിയ അസുഖത്തെ പറ്റി ജനങ്ങൾ പേടിച്ചുകൊണ്ടിരിക്കുകയാണല്ലേ. ഇനി അതിനൊക്കെ വാക്സിനുകൾ വേറെ ഇറങ്ങും. അപ്പോൾ ലോകത്തിലെ ജനസംഖ്യ കുറയ്ക്കാനായിട്ട് രാഷ്ട്രങ്ങളുടെ അറിവോടെ തന്നെ നടക്കുന്ന ഒരു രഹസ്യ പദ്ധതിയാണ് ഈ ഡീപോപ്പുലേഷൻ. അതായത് എങ്ങനെ നടക്കാതിരിക്കും? കാരണം എല്ലാ വമ്പൻ സ്രാവുകളും ഇതിലെ അംഗങ്ങളാണല്ലോ. കെം ട്രയൽസ് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? അതായത് കരുതിക്കൂട്ടി അന്തരീക്ഷ മലിനീകരണം നടത്തിക്കൊണ്ട് രാജ്യത്തെ സകലരെയും ഒറ്റയടിക്ക് രോഗികളാക്കാനായിട്ട് ലക്ഷ്യമിട്ടുകൊണ്ട് നടത്തുന്ന ഒരു വഞ്ചനയുടെ വ്യോമാഭ്യാസമാണ് ക്രൂരമായ ഈ കെം ട്രയൽ എന്ന് പറയുന്നത്. അതായത് വിമാനങ്ങളിൽ കൂടി അപകടം പിടിച്ച രാസവസ്തുക്കൾ, ഫംഗസുകൾ, രോഗാണുക്കൾ ഒക്കെ വിതറുകയാണ് ചെയ്യുന്നത്. അതായത് അമിതമായ അളവിൽ സ്പ്രേ ചെയ്യാണ്. അയൺ, അലുമിനിയം, സിങ്ക്, പൊട്ടാസ്യം, ബേരിയം, നിക്കൽ, കോപ്പർ, മഗ്നീഷ്യം എന്ന് വേണ്ട അതിൻ്റെയൊക്കെ അമിതമായ അളവിൽ ഈ ലോഹധൂളികൾ അതൊക്കെ നമ്മിൽ ഉണ്ടാക്കുന്നത് എന്താണ്? ശ്വാസകോശപരമായ രോഗങ്ങൾ, അലർജി, ആസ്മ, ക്യാൻസർ, ത്വക്ക് രോഗങ്ങൾ, ഹാർട്ട് അറ്റാക്കുകൾ ഇന്നതൊക്കെ വളരെ കൂടുതലാണ്. ഇങ്ങനെയുള്ള എല്ലാ രോഗങ്ങളും പ്രത്യക്ഷേന കാരണമൊന്നും നമുക്കും കാണാൻ പറ്റില്ല. പക്ഷേ ഇതിനൊക്കെ ഒരു കാരണം കൂടിയാണ് ഇതുപോലുള്ള രോഗങ്ങൾ. അതുപോലത്തെ ഒരു രോഗമാണ് ഈ മസ്തിഷ്ക രോഗങ്ങൾ. മനസ്സിലായി? മസ്തിഷ്ക രോഗങ്ങൾ ഇതൊക്കെ ഉണ്ടാക്കുന്നത് ഈ മനുഷ്യനിർമ്മിതം തന്നെയാണ്. അപ്പോൾ ഇതിനൊക്കെ കാരണമാകുന്ന കൊടും രാസവിഷ പ്രയോഗമാണ് മാരകമായ ഈ കെം ട്രയൽ. ഇതാണ് അകാല മരണം ലക്ഷ്യമിടുന്ന ഡീപോപ്പുലേഷനുള്ള അവരുടെ ഒരു സംഗതി എന്ന് പറയുന്നത്. ഇന്നിപ്പോൾ ശ്വാസം മുട്ട്, ഹാർട്ട് അറ്റാക്ക് ഒക്കെ കൂടുതലാണല്ലേ. ഈ വായുവിലൊക്കെ ഈ കോട്ടൻ്റെ പാർട്സ് വരെ നമുക്ക് ചിലപ്പോൾ കാണാൻ സാധിക്കും. തിരക്കേറിയ ഈ ചില നഗരങ്ങളിലൊക്കെ ചെന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് വായുവിൽ നിന്ന് തന്നെ നമ്മുടെ മേത്തൊക്കെ ഇങ്ങനെ കോട്ടൺ പാർട്സ്. അപ്പോൾ ഇത് എങ്ങനെ ഈ വായുവിൽ വരുന്നതെന്നൊക്കെ നമുക്ക് പെട്ടെന്ന് തോന്നിക്കില്ല. പക്ഷെ ഇതൊക്കെ ആര് ശ്രദ്ധിക്കാനാ? അസുഖം വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഉടനടി ഹോസ്പിറ്റലിലേക്ക് ഓടും, സാത്താൻ്റെ കോട്ടയിലേക്ക്. ഹോസ്പിറ്റലുകളാണെങ്കിലോ ഇന്ന് കശാപ്പ് ശാലയാണ്. ഒരുത്തൻ്റെ ഷഡ്ഡി വിറ്റ പൈസ വരെ വാങ്ങിക്കഴിയുമ്പോൾ അവർ റെഫറൻസ് കൊടുക്കും, പ്രത്യാശ നൽകി മരണം വരെ കൊണ്ടെത്തിക്കും.
വില കൂടിയ ഓരോരോ ആൻറ്റിബയോട്ടിക്കുകൾ കൊടുത്ത് ശരീരം ഒന്നിനും കൊള്ളാതാക്കും. പിന്നെ അതായത് കൂടി ഒരു ആൻറ്റിബയോട്ടിക് കൊണ്ട് പിന്നെ നിൽക്കില്ല, പിന്നെ കൂടി ആൻറ്റിബയോട്ടിക് ആവും. പിന്നെ ഈ റെപ്രസെൻറ്റേറ്റീവ്സ് കൈക്കൂലി കൊടുക്കുന്നതനുസരിച്ച് ഡോക്ടേഴ്സ് നമ്മുടെ ലൈഫ്, നമ്മുടെ ശരീരം ഇട്ട് കളിക്കാൻ തുടങ്ങും. അപ്പോൾ ഇതൊക്കെ എല്ലാ മനുഷ്യർക്കും ഇന്ന് അറിയാം. പക്ഷേ ഇതിനെതിരെയൊക്കെ പ്രതികരിക്കാനായിട്ട് എല്ലാവർക്കും ഭയമാണ്. പിന്നെ ഒരു കാര്യം എന്നുള്ളത്, ഒരു രോഗം വരുമ്പോൾ മരിക്കുമോ, നമ്മുടെ ശരീരം മരിക്കുമോ എന്നുള്ള ഭയം. അപ്പോൾ നിന്നിലെ ഈ ഭയമാണ് സാത്താൻ മുതലെടുക്കുന്നത്. കാരണം നിന്നിലെ ഭയം, അതാണല്ലോ അവൻ്റെ ആയുധം. അപ്പം ഞാൻ പറഞ്ഞു വന്നത്, സാത്താൻ നിങ്ങളെ ഒരു യന്ത്രമാക്കി മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. ട്രാൻസ് ഹ്യൂമാനിസം. ദാനിയേൽ 2:43 വായിക്കുക. അതിൽ ഇരുമ്പും കളിമണ്ണും തമ്മിൽ ചേരില്ല എന്ന് പറയുന്നുണ്ട്. മനുഷ്യൻ കളിമണ്ണാൽ ഉണ്ടാക്കപ്പെട്ടു, യന്ത്രം ഇരുമ്പിനാൽ ഉണ്ടാക്കപ്പെട്ടു. ഒരിക്കലും അത് തമ്മിൽ ചേരില്ല. അവിടെ പറയുന്നത് ഇങ്ങനെയാ, ഇരുമ്പും കളിമണ്ണും ഇടകലർന്നതായി കണ്ടതിൻ്റെ താല്പര്യമോ, അവർ മനുഷ്യബീജത്താൽ തമ്മിൽ ഇടകലരുമെങ്കിലും ഇരുമ്പും കളിമണ്ണും തമ്മിൽ ചേരാത്തതുപോലെ അവർ തമ്മിൽ ചേരില്ല. അപ്പോൾ ഈ സ്വവർഗഭോഗം, മൃഗഭോഗം തുടങ്ങിയ മ്ലേച്ഛ പ്രവൃത്തികൾ തെറ്റാണെന്ന് മാത്രമല്ല ഈ വാക്കുകളിൽ പറയുന്നത്, ഒരു ട്രാൻസ് ഹ്യൂമാനിസത്തെ കൂടിയാണ് ഈ വചനത്തിൽ ചൂണ്ടിക്കാട്ടുന്നത്. ഇതിന് താഴെ പറയാണ്, ദാനിയേൽ 2:44, ഈ രാജാക്കന്മാരുടെ കാലത്ത് സ്വർഗസ്ഥനായ ദൈവം ഒരു നാളും നശിച്ചു പോകാത്ത ഒരു രാജ്യത്വം സ്ഥാപിക്കും. അത് ഈ രാജ്യത്വത്തെക്കാൾ, ഇത് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന ഈ രാജ്യത്വത്തെ ഒക്കെയും തകർത്ത് നശിപ്പിക്കുകയും എന്നേക്കും നിലനിൽക്കുകയും ചെയ്യും. അവിടെ പറയുന്ന വാക്കാണത്. അപ്പം അതായത് ദൈവം നിത്യരാജ്യം സ്ഥാപിക്കാൻ വരുന്ന സമയമാണ് ഇത് എന്നാണ് അവിടെ നമുക്ക് കാണിച്ചു തരിക. അപ്പോൾ ഈ കാലത്ത്, ഈ സമയത്ത്, ഈ സ്വവർഗ ഭോഗം തന്നെ സഭ അംഗീകരിച്ച ഈ സമയത്ത് യേശുവായുടെ മരണശേഷം ആരംഭിച്ച അന്ത്യകാലം, അതിൻ്റെ അവസാനത്തിൽ നിമിഷങ്ങളിൽ എത്തി നിൽക്കുന്ന ഈ സമയത്ത്, അവിടെ അതാണ് കൃത്യമായിട്ട് പറയുന്നത്. അപ്പോൾ വെറുതെയാണ് ലോകാവസാനമായി എന്ന് ഞങ്ങൾ പറയുന്നത്. മനസ്സിലായോ? മനുഷ്യൻ ദൈവത്തിൻ്റെ DNA-യിലാണെന്നും മനുഷ്യന് ഒരു സോളുണ്ട്, ഒരു ആത്മാവുണ്ട്. ഈ ആത്മാവ് ദൈവവുമായി കണക്റ്റഡ് ആയിരുന്നു അല്ലെങ്കിൽ ആണ് എന്നും ശാസ്ത്രം പോലും ഇപ്പോൾ കണ്ടുപിടിച്ചു കഴിഞ്ഞു. അപ്പോൾ ഇതിൽ നിന്ന് മനുഷ്യനെ വേർതിരിച്ച് വെറും ഒരു യന്ത്രമാക്കി മാറ്റിയാലേ സാത്താന് അവനെ നിയന്ത്രിക്കാൻ പറ്റുകയുള്ളൂ എന്നും ശാസ്ത്രം കണ്ടുപിടിച്ചു കഴിഞ്ഞു. 1800 മുതൽ മനുഷ്യ ശരീരത്തെ യന്ത്രമാക്കി ബന്ധിപ്പിക്കാൻ ശ്രമിച്ചു തുടങ്ങിയതാണ്. അതായത് സബ് കോൺഷ്യസ് മൈൻഡിൽ മാത്രം ജീവിക്കുന്ന ഒരു യന്ത്രം. സാത്താൻ സബ് കോൺഷ്യസ് മൈൻഡ് മാത്രമേ ഉള്ളൂ അല്ലേ, ഞാൻ മുൻപ് പറഞ്ഞിട്ടുണ്ട്. അതിനാൽ കോൺഷ്യസ് മൈൻഡുള്ള ഒരാൾക്ക് പാപം ചെയ്യാൻ പറ്റില്ല. അതിന് ഉദാഹരണമാണ് മദ്യം, മയക്കുമരുന്നിന് അടിമയായിട്ടുള്ളവർ സ്വന്തം ബന്ധങ്ങളെ പോലും തിരിച്ചറിയാണ്ട് ഓരോ ക്രൈം ചെയ്യുന്നത് അല്ലേ. അപ്പോൾ കോൺഷ്യസ് മൈൻഡ് അല്ല. കോൺഷ്യസ് മൈൻഡുള്ള ഒരാളെ തെറ്റിലേക്ക് നയിക്കാനായിട്ട് സാത്താന് സാധിക്കില്ല, ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ സബ് കോൺഷ്യസ് മൈൻഡിലേക്ക് അവനെ പൂർണ്ണമായിട്ടും കൊണ്ടുവരിക എന്നതാണ് സാത്താൻ്റെ ലക്ഷ്യം. അപ്പോൾ ഇങ്ങനെ സബ് കോൺഷ്യസ് മൈൻഡിൽ AI നിറഞ്ഞിരിക്കുകയാണ്. സബ് കോൺഷ്യസ് മൈൻഡ് ആക്കാനായിട്ട് AI കൊണ്ട് സാത്താൻ ലോകം പണിയുന്നു. ഇന്നിപ്പോൾ AI ഇല്ലാതെ ജീവിക്കാൻ പോലും പറ്റില്ല, അങ്ങനത്തെ ഒരു അവസ്ഥയിലായി അല്ലേ. ഉദാഹരണമാണ്, പണം ഉപയോഗിച്ച് ക്രയവിക്രയം നടത്താൻ പറ്റാതെ വരുമ്പോൾ നമ്മളിനിപ്പോൾ ഗൂഗിൾ പേ പോലുള്ള പണമിടപാട് ചെയ്യാനായിട്ട് അതേ പറ്റുള്ളൂ. ഡിജിറ്റൽ കറൻസി വരുമ്പോൾ അങ്ങനെയായി നമ്മളും തീരും, പണമില്ല. പിന്നെ പെട്ടെന്നൊരു ദിവസം അവർ ചില നിർദ്ദേശങ്ങൾ കൊണ്ടുവരികയാണ്. ഈ മാനദണ്ഡങ്ങൾ ഉള്ളവർക്കേ ഇത് ക്രയവിക്രയം ചെയ്യാനായിട്ട്, ഇങ്ങനെ ഈ ഡിജിറ്റൽ കറൻസി യൂസ് ചെയ്യാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞാൽ അപ്പോഴാണ് നമ്മൾ ട്രാപ്പിൽ പെട്ടുപോവുക. വാക്സിൻ എടുക്കാത്തവർ ട്രാപ്പിൽ പെട്ടുപോകും. അതായത് സാത്താൻ്റെ ചൊൽപ്പടിക്ക് നിൽക്കാത്തവർ പെട്ടുപോകും. ഇങ്ങനെയുള്ള അവസാന കെണിയിൽ നമ്മൾ രക്ഷപ്പെടണമേ എന്ന് പ്രാർത്ഥിച്ചാൽ എങ്ങനെയാണ് നമ്മൾ രക്ഷപ്പെടുക? അതിന് യഥാർത്ഥ ദൈവത്തെ വിളിച്ചപേക്ഷിക്കണം. ദൈവം നിങ്ങളെ രക്ഷിക്കും. അതുകൊണ്ട് പറയുന്ന കഷ്ടകാലം കരകവിഞ്ഞൊഴുകിയാലും അത് നിങ്ങളെ സ്പർശിക്കുകയില്ല. നിങ്ങളുടെ കാല് ഭൂമിയിൽ തട്ടാത്തവണ്ണം കർത്താവ് നിന്നെ സംരക്ഷിക്കും. എങ്ങനെയാണെങ്കിൽ അതിന് ദൈവത്തിൻ്റെ അടയാളം ധരിക്കണം. അപ്പം എന്താ ദൈവത്തിൻ്റെ അടയാളം? ശബാത്ത് അല്ലേ.
വെള്ളിയാഴ്ച വൈകിട്ട് 6 മണി, അതായത് സൂര്യാസ്തമയം മുതൽ ശനിയാഴ്ച വൈകുന്നേരം വരെ ശബാത്ത് ആചരിച്ച് 4-ാം പ്രമാണം ജീവന് തുല്യം കാത്തുകൊള്ളണം. ഞായറാഴ്ച ദേവൻ അന്ന് ക്രിസ്ത്യാനികളെ ഇട്ടിട്ട് പോകും. പർദ്ദയിട്ട് സാത്താൻ കൂട്ടങ്ങളുടെ കൂടെ ചേരും ക്രിസ്ത്യാനികൾ. കാരണം എന്താ? അവർ ഭയത്തിൻ്റെ മക്കളാണ്. അപ്പം അന്ന് പിടിച്ചു നിൽക്കാൻ പറ്റണമെങ്കിൽ ദൈവത്തിൻ്റെ അടയാളം ധരിച്ച് ബലപ്പെടണം. അതിന് മുന്നമേ പ്രാക്ടീസ് വേണം. അപ്പോൾ ആ പ്രാക്ടീസ് പരിശുദ്ധാത്മാവിൽ നിന്ന് മാത്രമേ നമുക്ക് കിട്ടുകയുള്ളൂ. ഭയന്നിരുന്നാൽ അവിടെ ഇരിക്കുകയുള്ളൂ. ഭയത്തിൻ്റെ രാജാവാണ് നമ്മുടെ സാത്താൻ. കാരണം അവൻ ക്രൂശിൻ്റെ ചുവടെ സർവ്വായുധങ്ങളും വെച്ച് കണ്ടം വഴിക്ക് തുണിയില്ലാണ്ട് ഓടിയവനാ. ഇനി അവൻ കളിക്കുന്നത് നിങ്ങളുടെ ഭയം വെച്ചിട്ടാണ് അവൻ കളിക്കുന്നത്. അപ്പോൾ ഭയമില്ലാതെ ദൈവത്തിൻ്റെ അടയാളം ധരിച്ച് ശബാത്ത് ആചരിച്ച് സിംഹക്കുട്ടികളുടെ കൂടെ കൂടി ഒരു സിംഹമായിട്ട് വളർന്നവർക്ക് അന്ന് പിടിച്ചു നിൽക്കാനായിട്ട് കഴിയുള്ളൂ. അല്ലെങ്കിൽ കഴുതകളെ പോലെ ആകും. അന്ധന്മാർ പറയാറുണ്ടല്ലോ ഞാൻ എപ്പോഴും, അന്ധനെ നയിക്കുന്ന പോലെ തന്നെ കൂരിട്ടിൽ കൂടി പൊട്ടക്കിണറ്റിലേക്ക് വീണ് കിടക്കുന്ന ക്രിസ്ത്യാനികൾക്ക് അന്ന് രക്ഷപ്പെടാൻ പറ്റില്ല. അവർ ഈ ദുഷ്ടാത്മസേനകളുടെ ചൊൽപ്പടിക്ക് നിന്നുകൊണ്ട് തള്ളാഹു ഹുക്കുംബർ എന്ന് പറഞ്ഞുകൊണ്ട് അവർ പർദ്ദയിട്ട് അവരായിരിക്കും ആദ്യം തന്നെ മതം മാറാം. അപ്പോൾ നമ്മൾ പ്രാർത്ഥിക്കണം നമ്മുടെ അപ്പനോട്, ഇസ്രായേലിൻ്റെ ദൈവം, യഥാർത്ഥ ദൈവത്തോട്, അപ്പാ ധൈര്യം തരണമേ. അതിൻ്റെ ഹീബ്രു ഞാൻ മുൻപ് പറഞ്ഞിട്ടുണ്ടല്ലേ, ടെൻലി സാവലനറ്റ്, TEN, ടെൻലി LISAVLANUT, ടെൻലി സാവലനറ്റ്, അപ്പാ ധൈര്യം തരണേ. അപ്പോൾ ഞാൻ നിർത്താണ്. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ഇലുമിനാലിറ്റീസ് നമ്മളെ കീഴടക്കുന്നത്. സാത്താൻ സഭ ഇനിയിപ്പോൾ ഈ സാത്താൻ സഭയാണ് ഇപ്പോൾ ലോകം ഭരിക്കുന്നതെങ്കിലും ഇത് പതിയെ പതിയെ ദുഷ്ടാത്മസേനകൾക്ക് അവർ ഏൽപ്പിച്ചു കൊടുക്കും. അവർ രണ്ടും ഒന്നായി ചേർന്നായിരിക്കും ലോകാവസാനം നമ്മെ ട്രാപ്പിലാക്കുകയും നമ്മളെ തോൽപ്പിക്കാൻ വരികയും ചെയ്യുക. അപ്പോഴേക്കും നമ്മുടെ അപ്പം വരും, നമ്മളെ രക്ഷിക്കാനായിട്ട് ആബ വരും. അപ്പോൾ ഞാൻ നിർത്താണ്. എന്നെ ഇതുവരെ കേട്ട എല്ലാവർക്കും തോതാ റബ്ബ. ഇന്ന് ഞാൻ നിങ്ങളെ ഹീബ്രു പഠിപ്പിക്കുന്നത് ഒരെണ്ണം ഞാൻ പറഞ്ഞില്ല, ടെൻലി സാവലിൻ്റെ മുൻപ് ഞാൻ പഠിപ്പിച്ചിട്ടുണ്ടത്. പിന്നെ മാമി എന്ന് പറഞ്ഞാൽ ഡിയർ എന്നാണ് അർത്ഥം. അപ്പോൾ എല്ലാവർക്കും തോതാ റബ്ബ. എന്നെ ഇതിനായിട്ട് ഒരുക്കിയ അപ്പ തോതാംജി.